പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദകീകരതിജങ്കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ മധുസൂദന വാര്യർ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പ്രിയരെ, ബ്രഹ്മാവിൻ്റെയും ശ്രീനാരായണൻ്റെയും കൂടിയുള്ളതായ സൃഷ്ടികളെക്കുറിച്ചാണ് നമ്മൾ വിവിധ അധ്യായങ്ങളിൽ എപ്പിസോഡുകളിലായി പറഞ്ഞത്. സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ബ്രഹ്മാവ് തൻ്റെ ശരീരത്തെ രണ്ടായിട്ട് വിഭജിച്ചു. സ്വയംഭൂമനു ശതരൂപാദേവി. അവരോട് ബ്രഹ്മാവ് സൃഷ്ടി നടത്താൻ പറഞ്ഞു. അപ്പം തനിക്ക് ലേശം വിശ്രമിക്കാം. പക്ഷെ സൃഷ്ടി നടത്താൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് ഇവർ പറഞ്ഞത്, സ്വയംഭൂമനു പുരുഷനും ശതരൂപാദേവി സ്ത്രീയും. പിതാമഹ, എവിടെ വെച്ചാണ് ഞങ്ങൾ സൃഷ്ടി നടത്തേണ്ടത്? സൃഷ്ടിക്കണം എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് 3 കാര്യം വേണം. ഒന്ന്, സ്ഥലം. എവിടെയെങ്കിലും ഇരുന്നിട്ടല്ലേ സൃഷ്ടി നടത്താൻ പറ്റൂ. പിന്നെയോ, കർത്താവ് അവിടെ ആളുണ്ടാവണം. അതുപടി ഉണ്ട്. സ്വയംഭൂമനും ശതരൂപാദേവി ഉണ്ട്. കർത്താവ്, അതുപോലെ തന്നെ സ്ഥലം, പിന്നെ അതിന് വേണ്ട ദ്രവ്യങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിലേ സൃഷ്ടി നടത്താൻ പറ്റൂ. സ്ഥാനം ഏറ്റവും പ്രധാനമാണ്. ഏതായ കാര്യമായാലും അതെ, സത്സംഗത്തിനും വേണം സ്ഥാനം അല്ലേ. നല്ലൊരു സ്ഥലം കിട്ടിയല്ലാണ്ട് എന്തെങ്കിലും നമുക്ക് നടത്താൻ പറ്റുമോ? ഇവിടെ സൃഷ്ടിക്കാനുള്ളതായ ബേസ് അല്ലെങ്കിൽ അടിസ്ഥാനമായ ഭൂമി കാണാനില്ല. അപ്പോൾ ബ്രഹ്മാവിന് അത്ഭുതമായി. ഈ ഭൂമി വെള്ളത്തിൽ താഴെ സാധാരണ ചില പ്രളയകാലത്തിലാണ്. നമ്മൾ പറഞ്ഞല്ലോ, പാൽമകൽപ്പം, ബ്രാഹ്മകൽപ്പം, വരാഹകൽപ്പം, ഇങ്ങനെയൊക്കെയുള്ള ചില കൽപ്പങ്ങളിലാണ്. പക്ഷെ അതിനൊക്കെ ഓരോ സമയമുണ്ട്. ഇതിപ്പോൾ ആ സമയമൊന്നും ആയില്ല. പിന്നെ എങ്ങനെ പ്രളയം വന്നത്? സമയമാവാതെ പ്രളയം വരിക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമല്ലേ. ബ്രഹ്മദേവൻ ചിന്തിച്ചു. നോക്കിയപ്പോൾ സമയമായിട്ടില്ല. ഇതെന്തോ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ മനസ്സിലായി, ഹിരണ്യാക്ഷൻ എന്ന ദുഷ്ടൻ ഈ ഭൂമിയെ വെള്ളത്തിൽ താഴ്ത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതത്ര ചെറിയ കാര്യമല്ല. പ്രളയജലത്തിൽ താണുപോയതായിട്ടുള്ളൊരു ഭൂമിയെ ഈശ്വര എങ്ങനെ ഉദ്ധരിച്ച് വെള്ളത്തിന് പുറത്തേക്ക് കൊണ്ടുവരാം? അല്ലാതെ ഈ സൃഷ്ടി എങ്ങനെ നടത്താം? സ്വയംഭവനും ശതരൂപാദേവി തന്നെ ആശ്രയിച്ചിരിക്കുകയാണ്. അവരോട് ഞാൻ എന്തു പറയും? ബ്രഹ്മദേവൻ ചിന്തിച്ചു. ഒറ്റ വഴിയുള്ളൂ. നിവൃത്തിയില്ലാത്ത വിഷമഘട്ടങ്ങളിൽ നമ്മൾ പോയി പെട്ടാൽ നമുക്ക് പലപ്പോഴും തോന്നാത്തൊരു കാര്യമുണ്ട്, ഈശ്വരനെ സ്മരിക്കുക. അത് തോന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക? അവരെയും ഇവരെയൊക്കെ വിളിച്ച് കരയും. ഗജേന്ദ്രൻ്റെ കാലിൽ മുതല പിടിച്ചപ്പോൾ ഗജേന്ദ്രനും ഭഗവാനെ സ്മരിച്ചിട്ടാണ് എന്ന് രക്ഷ നേടിയത്. നമ്മളാച്ചാൽ മുതല 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 എന്ന് പറയും അല്ലേ. അയ്യോ മുതല, അയ്യോ മുതല. ഗജേന്ദ്രൻ അത് പറഞ്ഞില്ല. ഭഗവാനെ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞു. അങ്ങനെ പറയാറാവണം. ഏത് വിഷമം വരുമ്പോഴും നമ്മുടെ നാവുമ്പിൽ ഈശ്വരൻ്റെ നാമമാണ് വേണ്ടത്. ഈശ്വരനോ ദേവിയോ ആരോ ആവട്ടെ, ആ നാമം ഉണ്ടെങ്കിൽ, ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ ആ ഭഗവാൻ നമ്മളെ രക്ഷിക്കും. അല്ലാണ്ട് വിളിച്ച് കൂവിയിട്ടോ നമ്മുടെ സഹപ്രവർത്തകരെയോ നമ്മുടെ ബന്ധുക്കളെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടൊക്കെ എന്താ കാര്യം? ആണ് നമാമിമേ ജ്ഞാതയാതുരംഗജ. ഗജേന്ദ്രൻ പറഞ്ഞു, മുതല പിടിച്ചപ്പോൾ ഈ കൂടെയുള്ള പിടിയാനകളോ ഈ കുട്ടിയാനകളോ ഒന്നും എനിക്ക് രക്ഷയ്ക്കായിട്ടില്ല. പരമ്പരായണം, ആർത്തത്രാണപരായണനായിരിക്കുന്ന ഭഗവാനേ, അങ്ങ് മാത്രമാണ് ഇപ്പോൾ എനിക്ക് ആശ്രയം. ഈ ഒരു ആശ്രയബുദ്ധി ഉണ്ടാവുക. കഥയ്ക്ക് എന്തിനാ പറയണത്? നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനാണ്. ഏത് വിഷമഘട്ടങ്ങൾ വരുമ്പോഴും നേരത്തെ തന്നെ ഭഗവാനെ ആലോചിച്ചു. അതാണ് ഏത് പ്രവൃത്തി തുടങ്ങുമ്പോഴും ഗണപതിക്കൊരു തേങ്ങ ഉടയ്ക്കുക, ഏത് പ്രവൃത്തി ആരംഭിക്കുമ്പോഴും നമ്മുടെ ഇഷ്ടദേവതയെ വന്ദിക്കുക, തൊട്ടടുത്ത ക്ഷേത്രത്തിനെ വന്ദിക്കുക, പരദേവതയെ വന്ദിക്കുക,
ഇതൊക്കെ ചെയ്തിട്ടൊരു കാര്യം തുടങ്ങിയാൽ പ്രശ്നം തന്നെ ഉണ്ടാവില്ല. അഥവാ ഉണ്ടായാൽ ഒന്നും കൂടി ഭഗവാനെ സ്മരിച്ചാൽ അത് പരിഹരിക്കപ്പെടുകയും ചെയ്യും. ഇത് പഠിക്കാനാണ് കേട്ടോ കഥ. അല്ല എന്ത് ഹിരണ്യാക്ഷൻ ചെയ്തു എന്നുള്ളതിനല്ല പ്രസക്തി, അല്ലെങ്കിൽ എന്ത് ബ്രഹ്മാവ് ചെയ്തു എന്നുള്ളതിനല്ല പ്രസക്തി. നമ്മളത് ചെയ്യണം. അതൊന്ന് നല്ലപോലെ മനസ്സിലാക്കിയിട്ട് കഥയ്ക്ക് അപ്പുറത്തേക്ക് കിടക്കാം. അത് മനസ്സിലാക്കിയല്ലോ, അത് മനസ്സിലാക്കാനാണ് വേണ്ടത്. ഈ ഭൂമിയെ വെള്ളത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ വേദങ്ങളെല്ലാം പഠിച്ച എനിക്ക് സാധ്യമല്ല പറയണം ബ്രഹ്മാവ്. അതുകൊണ്ട് സർവേശ്വര നാരായണ, എങ്ങനെയെങ്കിലും താണുപോയതായിരിക്കുന്ന ഭൂമിയെ ഉദ്ധരിക്കാൻ അവിടുന്ന് തന്നെ ഒരു മാർഗം ഉണ്ടാക്കണമേ എന്ന് പറയണം. യസ്യാഹം ഹൃദയാദാസം സൈശോ വിദദാതു മേ കർത്തവ്യം കരുണാ സിന്ധു തീർത്ഥകീർത്തിരഥോക്ഷജാം. ഏതൊരു ലോകത്തെ മുഴുവനും രക്ഷിച്ച് സംഹരിക്കുന്നു, എല്ലാ ജീവജാലങ്ങളിലും അന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ തന്നെ ഇപ്പോൾ എന്തു വേണം എന്ന് എന്നെ തോന്നിക്കണമേ, സൃഷ്ടിക്കുള്ളതായ സൗകര്യം ചെയ്തു തരയണമേ എന്നൊരു പ്രാർത്ഥന ബ്രഹ്മാവിൻ്റെ. ഭഗവാൻ വെറുതെ ഇരിക്കാൻ പറ്റുമോ പ്രാർത്ഥന കേട്ടിട്ട്? ഇത്യഭിദ്യായതോ നാസാത് വിവരാർസകസാനഘ വരാകതോഗോ നിരകാത് അങ്കുഷ്ടപരിമാണകാം. ചിന്തിക്കേണ്ട സമയമേ വേണ്ടി വന്നുള്ളൂ. ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് ഭഗവാൻ ഒരു പെരുവിരലിൻ്റെ രൂപത്തിലുള്ളതായ ഒരു വരാഹമായിട്ട്, പന്നിക്കുട്ടിയായിട്ട് പുറത്തേക്ക് ചാടുകയാണ്. ഒരു തുമ്പൽ തുമ്പി ബ്രഹ്മാവ് എന്നൊരു തുമ്പലാണ്. അതിലതാ അത്ഭുതാകാരമായിട്ട് വളരെ ചെറിയ ഒരു വരാഹസ്വരൂപം. അധികം താമസിയാതെ അതിൻ്റെ വലിപ്പം ഇങ്ങനെ കൂടുകയാണ്. തത്യാഭിപശ്ചതക്ഷണേന കില ഭാരത കിജമാത്ര പ്രഭവൃതേ തദത്ഭുതമഭൂന്മഹത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ഒരു വലിയൊരു നാൽക്കാലിയെ പോലെ, യഥാർത്ഥ പന്നിയുടെ വലിപ്പം. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അതാ ആനയുടെ വലിപ്പം. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അതാ പർവ്വതാകാരനായി ആകാശം മുട്ടത്തക്ക വിധത്തിലുള്ള ഭീകര വലിയ സ്വരൂപമായിട്ട് വന്നു. ബ്രഹ്മദേവൻ ചിന്തിച്ചു, കിമേ തത്സൗകരഭ്യാജം സത്വം ദിവ്യമവസ്ഥിതം. ഇത് സാധാരണ പന്നിയല്ല. സാധാരണ പന്നി എങ്ങനെ ആകാശം മുട്ടത്തക്ക വിധം വലുതാകും? വേഗം ശ്രീനാരായണനാണ്. അഹോബദാശ്ചര്യമിതം നാസായാമേ വിനിസൃതം. എൻ്റെ മൂക്കിൽ നിന്ന്, നാസികയിൽ നിന്ന് ആവിർഭവിച്ചതായിരിക്കുന്ന ശ്രീ ഭഗവാൻ തന്നെയാണ് ഇത്. ഒന്ന് മനസ്സിൽ സ്മരിച്ചേ ഉള്ളൂ. എത്ര വലിയ അത്ഭുതാകാര രൂപം എടുത്തിട്ടാണ് ഭഗവാൻ ബ്രഹ്മാവിനെ രക്ഷിക്കാൻ പോണത്. ബ്രഹ്മാവിനെയല്ല, ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാനാവണം, അല്ലെങ്കിൽ സൃഷ്ടി ഉണ്ടാവില്ല. എന്നിട്ടോ ആ പന്നി എപ്രകാരം പെരുമാറും, ഒരു പന്നിയുടെ ചേഷ്ടകൾ ഒക്കെ ഭഗവാൻ കാണിക്കുകയാണ്. നിശമ്യതേ കർക്കരിതം സുഖേതക്ഷൈഷ്ണുമായാമയ സൂകരസ്യ. മായ കൊണ്ട് ഒരു സൂകരാകാരം, പന്നിയുടെ രൂപത്തെ എടുത്തതായിട്ടുള്ള ആ ഭഗവാൻ ജനസ്തപസത്യനിവാസിനത്തെ തിബി പവിത്ര മുനയോ ഗൃണന്മാം. 3 വേദത്തിൻ്റെയും സ്വരൂപനായിരിക്കുന്ന ഋക്കേജസ് സാമം എന്നീ വേദങ്ങളാൽ ഭഗവാന്റെ മാഹാത്മ്യങ്ങളെ വർണ്ണിക്കാനായി കൊണ്ടു തുടങ്ങി. ചിലപ്പോൾ എന്ത് ഈ 3 വേദം എന്ന് പറയുന്നത്, വേദം 4 അല്ലേ? വേദം 4 ആണെങ്കിൽ ശരിക്കും പ്രധാന വേദം ഋക്കേജസ് സാമാണ്. 4ാമത്തെ ഇതിലുള്ള കാര്യം തന്നെ എത്രയേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. പുതുതായിട്ടൊന്നും പറയാത്തത് കൊണ്ട് ചിലപ്പോൾ ത്രിവേദങ്ങളെന്ന് പറയും. അഥർവവേദം ഒരു ഉത്തമ വേദമായിട്ട് കണക്കാക്കിയില്ല, അതുകൊണ്ടാണെന്നും പറയും. ചിലപ്പോൾ 4 വേദം എന്ന് പറയും, ചിലപ്പോൾ ത്രിവേദങ്ങളെന്നും പറയുന്നുണ്ട്. അപ്പം ആ വേദങ്ങളെ കൊണ്ട് ഈ ഭഗവാന്റെ മഹാത്മ്യത്തെ മഹർഷിമാർ എല്ലാം സ്തുതിക്കണം. വാലൊക്കെ ഇങ്ങനെ ഇളക്കി, രോമങ്ങളൊക്കെ ഇങ്ങനെ ഇളക്കി ഖർ 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 എന്ന ശബ്ദം ഉണ്ടാക്കിയിട്ട് ഖുരാഹദീക്ഷ അല്ല മുക്രയിടുക നമ്മൾ പറയും. അങ്ങനെയല്ലോ പന്നി മുക്രയിട്ടിട്ടാണല്ലോ സഞ്ചരിക്കുക. മുക്രയിട്ട ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് എപ്രകാരം ഒരു പന്നി മൂക്കുകൊണ്ട് മണം പിടിച്ച് അന്വേഷിക്കുന്നുവോ അതുപോലെ ഭഗവാൻ തൻ്റെ പ്രിയതമയായിരിക്കുന്ന ഭൂമിയെ അന്വേഷിച്ചു. ഈ വക ജീവികളൊക്കെ മൂക്കൊണ്ടാണ് അന്വേഷിച്ച് കണ്ടെത്തുക. അതുകൊണ്ട് അവർക്ക് അറിയാൻ തിരയാനോ ഐഡൻറ്റിറ്റിയോ മറ്റ് റാഡറോ സംവിധാനങ്ങളോ മൈക്രോസ്കോപ്പോ ഒന്നുമില്ല അല്ലേ? ഈ ജീവികളൊക്കെ എങ്ങനെയാണ് കണ്ടെത്തുക? ഘ്രാണശക്തി കൊണ്ടാണ്. എത്രയോ ദൂരത്തുള്ള ശക്തി
ആ വസ്തുക്കളെ കണ്ടെത്തുന്നത്. അതാണ് ഇവിടെ ഘ്രാണേന പൃഥ്വ്യാ പദവിം വിചിക്രൻ ക്രോഡാപദേശ സ്വയമധ്വരാംഗ. യജ്ഞസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ തൻ്റെ ഘ്രാണേന്ദ്രിയം കൊണ്ട് കരാളദംഷ്ട്രോപി അകരാളദൃഭ്യാം, കരാള ദംഷ്ട്ര പുറത്തേക്ക് കാണുന്നതായിട്ടുള്ള ദംഷ്ട്ര ഒരാളെ കൊല്ലാൻ പന്നിക്ക് ഒരു വിഷമമില്ല എന്നാണ് അല്ലേ. രണ്ട് കാലിൻ്റെ ഇടയിൽ കൂടെ തലയിട്ടിട്ട് ഒരൊറ്റ പിളറിൽ പിളർന്നാൽ മനുഷ്യരതാ രണ്ട് ചീന്തായിട്ടാണ് കിടക്കുന്നതാണ്, AB രണ്ട് കഷ്ണമായിട്ട്. അതാണ് കരാള ദംഷ്ട്ര. ദംഷ്ട്ര ചില്ലറ ദംഷ്ട്രയില്ല എന്ന് പറയുക, പന്നിയുടെ ദംഷ്ട്ര. അതാണ് കരാള ദംഷ്ട്രം. ദംഷ്ട്രകൾ കരാളമാണ്, വളരെ ഭയങ്കരങ്ങളാണ്. എങ്കിലും കണ്ണിൽ വളരെയേറെ കാരുണ്യം ഉണ്ടായി ഭഗവാന്. എന്താ കാരണം? ഉദ്ദീക്ഷ വിപ്രാൻ, ബ്രാഹ്മണർ വേദങ്ങളെ കൊണ്ട് സ്തുതിക്കുമ്പോൾ അവരുടെ നേരെ ശാന്തമായിട്ടല്ലേ നോക്കേണ്ടത്, അല്ലെങ്കിൽ അവർ പേടിക്കില്ലേ? ബ്രാഹ്മണർ ശാന്തസ്വരൂപികളായതുകൊണ്ട് വിപ്രാൻ ഗണതോ വിശത്കം, കരാളമായിരിക്കുന്ന ദംഷ്ട്രകളാണെങ്കിലും ശാന്തമായിരിക്കുന്ന കണ്ണുകളെ കൊണ്ട് അവരെ കടാക്ഷിച്ചു. സമാധാനിച്ചിരിക്കിൻ, എല്ലാറ്റിനും ഞാൻ പരിഹാരം ഉണ്ടാക്കാം എന്ന ഭാവേന ബ്രാഹ്മണരെയും മറ്റും നോക്കി എന്ന് പറയാണ്. അങ്ങനെ വാലൊക്കെ ഇളക്കി മുക്രയിട്ടുകൊണ്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കി ആ കുളമ്പുകളൊക്കെ ഭൂമിയിലിങ്ങനെ താണ് രസാതലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഭൂമിയെ താഴ്ത്തി ഹിരണ്യാക്ഷൻ വെച്ചിരിക്കുന്നത്. ദദർശകാം തത്ത സുഷുപ്തുരഗ്രേയാം ജീവധാനീം സ്വയമഭ്യദത്താം. തൻ്റെ പത്നിയായിരിക്കുന്ന ആ ഭൂമിയുടെ അടുത്തേക്ക് ആ രസാതലത്തിൽ ഹിരണ്യാക്ഷൻ കൊണ്ടേ വെച്ചിരിക്കുന്ന ഭൂമിയെ കണ്ടു. അന്വേഷിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തി കണ്ടു. അന്വേഷിക്കുവിൻ കണ്ടെത്തും എന്നാണല്ലോ. അങ്ങനെ രസാതലം എന്ന് പറഞ്ഞിട്ടുള്ള താഴെ ലോകത്തിലാണ് ഹിരണ്യാക്ഷൻ ദുഷ്ടൻ ഈ എല്ലാവർക്കും ആവശ്യമുള്ള ഭഗവാന്റെ പ്രിയതമയായിരിക്കുന്ന ഈ ഭൂമിയെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. എന്തായാലും ഹിരണ്യാക്ഷൻ്റെ അഹങ്കാരം ഇന്നത്തോടു കൂടിയിട്ട് തീർക്കണം എന്ന് ഭഗവാൻ നിശ്ചയിച്ചു. ജഘാനരുന്ധാനമസഖ്യ വിക്രമം സലീലയേഭം മൃഗരാടിവംബസി. എത്ര വലിയ മതിച്ച ആനയാണെങ്കിലും സിംഹത്തിന് ഒരു പ്രശ്നമില്ലവോ, മാർത്തകത്ത് കയറി രണ്ടാണ്ട് കൊടുത്താൽ ആനയുടെ കഥയാണ് കഴിയും. അത് ചാടി വീഴാനുള്ളൊരു പ്രത്യേക കഴിവ് സിംഹത്തിനുണ്ട്. ആനയ്ക്ക് എതിരെ ആകെ ശരിക്ക് സിംഹം മാത്രമേ ഉള്ളൂ, ശരിക്കെന്നാണ്. അതേപോലെ ഈ വേഗം ആനയെ എതിർക്കുന്നത് പോലെ ഹിരണ്യാക്ഷനാകുന്ന ആനയെ ഭഗവാനാകുന്ന സിംഹം, വരാഹസ്വരൂപിയായിരിക്കുന്ന സിംഹം എതിർത്തു എന്നാണ്. അങ്ങനെ ആ വെള്ളത്തിൽ തന്നെ ചില യുദ്ധമുറകളൊക്കെ ഉണ്ടായി ആ ഹിരണ്യാക്ഷനെ വധിക്കുകയും ചെയ്തു. ക്ഷ്മാമുക്ഷിബന്ധം ഗജലീലയാംഗപ്രജ്ഞായ ബദ്ധാഞ്ജലിയോനുവാഗീർ പിരിഞ്ചി മുഖ്യ ഉപതത്തുരീശം. ഹിരണ്യാക്ഷനായിരിക്കുന്ന ദുഷ്ടൻ ഹനിക്കപ്പെട്ടതോടുകൂടി എല്ലാവർക്കും സമാധാനമായി. ഏതുപോലെയാണത്രേ ഒരു ആന തൻ്റെ തുമ്പിക്കൈയിൽ ഒരു താമരപ്പൂ പിടിച്ചാൽ ആ താമരപ്പൂ ആനയ്ക്ക് വല്ല ഭാരം ഉണ്ടാവുമോ? അതേപോലെ അനായാസേനമായിട്ടാണത്രേ ഗജലീലയാംഗ, ലീലയായിട്ട് ഈ ഭൂമിയെ ഭഗവാൻ ധരിച്ചു. ഹിരണ്യാക്ഷനെ യുദ്ധം ചെയ്ത് വധിക്കുകയും ചെയ്തു. ആ ഹിരണ്യാക്ഷൻ്റെ യുദ്ധം ഇനി പറയാൻ പോണേയുള്ളൂ. അങ്ങനെ പല കഥകളും ചുരുക്കി പിന്നെ വിസ്തരിക്കുക. ആരായിരുന്നു ഹിരണ്യാക്ഷൻ, എങ്ങനെയാണ് അവനുമായിട്ടുള്ള യുദ്ധം, അതൊക്കെ ഒന്ന് കേൾക്കണം എന്ന് പറയുമ്പോഴാണ് ആ യുദ്ധത്തിനെ വർണ്ണിക്കുന്നത് കേട്ടോ. ഇവിടെ ചുരുക്കി അങ്ങോട്ട് വധിച്ചു എന്ന് പറഞ്ഞു. ഇനി ആ ഋഷിമാരുടെ സ്തുതി യജ്ഞസ്വരൂപമായിട്ട് യജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞഭൃത് യജ്ഞകൃത് യജ്ഞി യജ്ഞബുക്ക് യജ്ഞസാധന എന്നൊക്കെ സഹസ്രനാമത്തിൽ ഭഗവാനെ യജ്ഞമായിട്ട് കൂട്ടി കുറേ ശ്ലോകങ്ങളുണ്ട്. ഇവിടെ ചിദം ജിതം തേജിത യജ്ഞഭാവന ത്രൈന്തനും സ്വാം പരിതുന്നതേ നമ യദ്രോമകർത്തേഷു നിനില്ലുരത്തരാ തസ്മൈ നമ കാരണസൂകരായതേ. ഇത് വിവരിച്ചിരിക്കുന്ന യജ്ഞൻ സ്വരൂപമായിരിക്കുന്ന വരാഹമൂർത്തി ഓരോരോ അവയവങ്ങൾ, കണ്ണ്, രോമം, കാല്, വാല് പ്രകാരമുള്ള അവയവങ്ങളെ മുഴുവനും യജ്ഞത്തിൽ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങളായിട്ടും യജ്ഞത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളായിട്ടും ആ സാധനങ്ങൾ വയ്ക്കാനുള്ള പാത്രങ്ങളായിട്ടും ഉപമിച്ചിട്ടാണ് അവർ സ്തുതിച്ചത്. 3 പ്രകാരത്തിലാണ് സ്തുതി പോവുക. യജ്ഞത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഈ കണ്ണ് യജ്ഞത്തിൽ ഉപയോഗിക്കുന്ന നെയ്യ് ആ സ്ഥാനത്താക്കി സങ്കല്പിച്ചു അവർ. അത് സാധനമാണ്. യജ്ഞത്തിലത്തെ ആജ്യം എന്ന് പറയുന്ന
മന്ത്രം ചൊല്ലിയിട്ട് ഹോമിക്കുന്നതായ നെയ്യിൻ്റെ സ്ഥാനത്താണ് ഭഗവാന്റെ കണ്ണിനെ കണ്ട് അവർ സ്തുതിച്ചത്. എന്നിട്ട് അവർ പറയണ ചിലതൊക്കെ പാത്രങ്ങളായിട്ട്, ഇട എന്ന് പറഞ്ഞിട്ടുള്ള പാത്രങ്ങളായിട്ട്, ചിലതൊക്കെ കർമ്മങ്ങളായിട്ട്, അങ്ങനെ അവയവങ്ങളെ 3 പ്രകാരത്തിൽ കണ്ടിട്ട് അവർ സ്തുതിച്ചു. രൂപം തവേ തന്നു ദുഷ്കൃതാത്മനാന്തുദർശനം. അവർ പറയണ സർവേശ്വര, ഈ ഈശ്വരൻ എന്നിങ്ങനെ പറയല്ലാണ്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട്. കഥകളിലും ഐതിഹ്യങ്ങളൊക്കെ നമ്മൾ കേൾക്കണമെന്നല്ലാതെ എത്ര കുറച്ച് ആൾക്കാർക്കാണ് അവിടുത്തെ ദർശനം കിട്ടിയിട്ടുള്ളത്. ദുഷ്ടാത്മാക്കൾക്ക് ഒരു കാലത്തും അങ്ങയുടെ അനുഭവം ഉണ്ടാവില്ല. ഇല്ലാത്തവർക്ക് ഇല്ല എന്ന് തന്നെയാണ്. ഉണ്ട് എന്ന് വിചാരിച്ച് കാണുന്നവർക്ക് ഉണ്ടാവും ചെയ്യും അല്ലേ. ഏതൊരാൾക്ക് ഈശ്വരൻ കല്ലാണെന്ന് തോന്നിയാൽ അവർക്ക് കല്ല് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്രയിലും ദുർദർശനം, ദുഷ്ടാത്മാക്കൾക്ക് ഒരിക്കലും കാണാൻ കഴിയാത്തതും സജ്ജനങ്ങൾക്ക് അനുഭവഗോചരമായിട്ടുള്ളതും ആയ ആ ഭഗവാനെ അവർ 4 കാലുകളെ ചാതുർഹോത്രം എന്ന കർമ്മമാക്കി, കണ്ണ് ഈ നെയ്യ് എന്ന സാധനമാക്കി ചിത്രീകരിച്ചു, കാല് കർമ്മമായിട്ട് ചാതുർഹോത്രം എന്ന കർമ്മമായിട്ട് ചിത്രീകരിച്ച് അവർ ഉപമിച്ച് സ്തുതിച്ചു. സർവേശ്വര, അങ്ങയുടെ കാലുകൾ ചാതുർഹോത്രമാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. സ്രക്സുണ്ട ശ്രീശ്രുവ ഈശനാസയോ ഇടോദരേ ചമസ കർണരന്ധ്രേ. ഈ യജ്ഞത്തിൽ ഉപയോഗിക്കുന്ന ജഹു എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങയുടെ മുഖമാണ്. ഓരോ വസ്തുക്കൾ വേണം അതിന്. ജഹു എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങയുടെ മുഖാഗ്രമാണ്. അതേപോലെ സ്രുവം എന്ന് പറഞ്ഞാൽ ഒഴിക്കുന്ന ആ ഒരു നെയ്യ് ഭഗവാന്റെ നാസികയായിട്ട് ചിത്രീകരിച്ചു. ഇനിയോ ഇട എന്ന് പറയുന്നതായിട്ടുള്ള പാത്രമാണ് അവർ ചിത്രീകരിച്ചത്. ഭഗവാന്റെ വയർ ഇട എന്ന് പറഞ്ഞിട്ടുള്ള പാത്രമാകുന്നു എന്നവർ ചിത്രീകരിച്ചു. ചമസ ഭഗവാന്റെ ചെവിയായിട്ടും അവർ സ്തുതിച്ചു. മുഖമാവട്ടെ പ്രാശിത്രം എന്ന് പറയുന്നതായിട്ടുള്ള കർമ്മം. അതുപോലെ തന്നെ മുഖം ഇന്ദ്രാദി ദേവന്മാർക്ക് സമർപ്പിക്കുന്ന ഗ്രഹം എന്ന വസ്തു ഭഗവാന്റെ ചവയ്ക്കൽ അഗ്നിഹോത്രമായിട്ടും അവർ ചിത്രീകരിച്ച് സ്തുതിച്ചു എന്ന് പറയുകയാണ്. ഭഗവാന്റെ കഴുത്താവട്ടെ ദീക്ഷ, യജ്ഞത്തിൽ ദീക്ഷ വരിക്കണം, എന്നാലേ യജ്ഞം നടത്താൻ പറ്റുള്ളൂ. തലേ ദിവസം മുതൽക്ക് ദീക്ഷ വരിക്കുക. അതാണ് ഭഗവാന്റെ കഴുത്തായിട്ട് ഇവർ കണ്ട് സ്തുതിച്ചത്. പ്രായണീയ ഉദയനീയ എന്നീ 2 കർമ്മങ്ങളായിട്ടാണ് ഭഗവാന്റെ 2 ദംഷ്ട്രകളെ ഇവർ ചിത്രീകരിച്ചത്. പ്രവർഗ്യമാണ് ഭഗവാന്റെ നാവ്, അതേപോലെ ക്രതുവാണ് ഭഗവാന്റെ ശിരസ്. അതുപോലെ തന്നെ 2 പ്രകാരത്തിലുള്ള അഗ്നി, ഹോമരഹിത അഗ്നി ഒരു വിധം, ഹോമത്തിൽ ഉപയോഗിക്കുന്ന അഗ്നി, ഹോമത്തോടു കൂടിയുള്ള അഗ്നി, 2 തരത്തിലുള്ള അഗ്നികളായിട്ട് സഭ്യം നവദസ്യം. അത് ഭഗവാന്റെ അസുക്കൾ അല്ലെങ്കിൽ പ്രാണനായിട്ടും ഇവർ കണ്ട് ചിത്രീകരിച്ച് സ്തുതിച്ചു എന്ന് പറയുകയാണ്. അതുപോലെ 7 കർമ്മങ്ങളുണ്ട്. അഗ്നിഷ്ടോമം, അഗ്നിഷ്ഠോമം, ഉത്തം ഷോഡശി, വാജപേയം, അതിരാത്രം, ആപ്തോര്യാമം. ഈ 7 കർമ്മങ്ങൾ ഭഗവാന്റെ രേതസ്സായിട്ടും ചിത്രീകരിച്ചു എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ അവർ വീണ്ടും സ്തുതിക്കുകയാണ്. നമോ നമർത്തേ അഖില മന്ത്രദേവതാ ദ്രവ്യായ സർവ്യകൃതവേ ക്രിയാത്മനെ. എല്ലാ മന്ത്രദേവതകളുടെ സ്വരൂപമായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. ഭക്തി വൈരാഗ്യം മുതലായിട്ടത് പൂർണ്ണമാകുന്നവർക്ക് ജ്ഞാനമായി പ്രകാശിക്കുന്നതായ ഭഗവാന് നമസ്കാരം. ഇപ്പം ഈ പർവ്വതങ്ങളോട് കൂടിയതായിരിക്കുന്ന ഭൂമി ഏതൊരു ഭഗവാനാണോ തൻ്റെ ദംഷ്ട്രയിന്മേൽ വഹിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ളതായിരിക്കുന്ന ഭഗവാൻ താമരപ്പൂ തുമ്പിക്കൈയിലോ കൊമ്പിലോ ശോഭിക്കുന്ന ആനയെപ്പോലെ അനായാസേന അതാ ഭൂമി ഒരു പന്ത് പോലെ ഒരു ചെറിയ വസ്തുവായിട്ട് അങ്ങനെ എടുത്തിരിക്കുന്നു. ഒരു വിഷമവും ഭഗവാന് ഇല്ല എന്നർത്ഥം. അങ്ങനെ വേദത്തന്നെ സ്വരൂപമായിട്ട് ധരിച്ചിരിക്കുന്ന, ദംഷ്ട്രയിൽ ഈ ഭൂമിയെ ധരിച്ചിരിക്കുന്ന അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ഇവരണക്കശതീത അന്യതമസ്തവ പ്രഭോ. അങ്ങല്ലാതെ വേറെ ഏതൊരാളാണ് ഈ ഭൂമിയെ ഇപ്രകാരം ഉദ്ധരിക്കുക? താണുപോയിരിക്കുന്ന ഭൂമിയെ ഉദ്ധരിക്കാനാണ് വാസ്തവത്തിൽ യജ്ഞം. അത് അങ്ങേക്കല്ലാതെ ആർക്കും കഴിയില്ല. അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് സർവേശ്വര അനായാസേന അങ്ങ് ഇത് ചെയ്തു. ഇതിന് അങ്ങ് മാത്രമേ പ്രാപ്തിയുള്ളതായിട്ടുള്ളൂ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഭഗവാൻ തൻ്റെ ആ രോമം വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്, ഒന്നാണ്ട് കുടഞ്ഞു. അപ്പോൾ ജനോലോകവും തപോലോകത്തിലുള്ളവരൊക്കെ ആ പുണ്യാഹം പോലെ ഈ കുടഞ്ഞ വെള്ളത്തുള്ളികളെ ഏറ്റുവായി.
ശ്രീകോവിലിന് തുറന്നാൽ ശാന്തിക്കാരൻ എന്താ ചെയ്യുക? തൻ്റെ ശംഖിൽ കുറച്ച് പുണ്യം എടുത്തിട്ട് അവിടെ നിൽക്കുന്നവരുടെയൊക്കെ മേലാണ് തളിക്കും അല്ലേ? അതുകൂടി നമ്മുടെ അശുഭങ്ങളൊക്കെ നീങ്ങി ശുദ്ധമായി എന്നാണ് സങ്കല്പം. അതേപോലെ ഭഗവാൻ തൻ്റെ ആ ശരീരം ഒന്നാട് കുടഞ്ഞതാണ്. രോമങ്ങളാണ്, പന്നിയാണല്ലോ. ആ രോമങ്ങളിൽ നിന്ന് ഈ സമുദ്രത്തിലത്തെ ജലം, ജനർലോകം, തപോലോകം മുതലായ ലോകങ്ങളിൽ താമസിക്കുന്നതായ ജനവാസികൾ, മഹർഷിമാർ, ശുദ്ധാത്മാക്കൾ, അതുപോലെ തന്നെ പുണ്യാത്മാക്കളുടെ ശരീരത്തിൽ ഈ ജലത്തുള്ളികൾ ചെന്ന് വീണപ്പോൾ അവരൊക്കെ ശുദ്ധരായി എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തെ വേണ്ട പോലെ രക്ഷിച്ചിട്ട് സർവേശ്വര അങ്ങ് ശാന്തിയെയും സമാധാനത്തെയും ഉണ്ടാക്കണമേ. വിശ്വം സമസ്തം ഭഗവൻ വിദേഹി ശം. ശം എന്ന് പറഞ്ഞാൽ സമാധാനം. അതാണ് ശങ്കരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമാധാനത്തെ ഉണ്ടാക്കുന്ന ആൾ, മംഗളത്തെ ഉണ്ടാക്കുന്നവൻ ശങ്കരൻ. ശം ഉണ്ടാക്കി തീർക്കുന്നവൻ ശങ്കരൻ. ഭഗവാനോട് മംഗളത്തെ തരാൻ വേണ്ടി ഇവർ പ്രാർത്ഥിച്ചു. വേദതുല്യങ്ങളായ വാക്കുകളെ കൊണ്ട് യജ്ഞസ്വരൂപമായിട്ടുള്ള ഭഗവാനെ തുതിക്കുകയും ചെയ്തു. അപ്പോൾ മൈത്രേയ മഹർഷിയാണ് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം കേട്ടോ. ആ മൈത്രേയർ പറയുകയാണ് ഇപ്രകാരം ആ ശ്രീഹരി അവിടെ നിന്ന് മറയുകയും ചെയ്തു. ഭൂമിയെ യഥാസ്ഥാനത്ത് സ്ഥാപിച്ച് ബ്രഹ്മാവിന് കൂടെ ആ ശതരൂപയും മനുവാണ് ഇനി സൃഷ്ടിക്കാൻ പോണത്. സൃഷ്ടി വേണ്ട പോലെ ചെയ്യാനുള്ള സൗകര്യം അവർക്ക് നൽകി. സ്ഥാനം വേണം, സ്ഥാനമില്ലാണ്ട് ഒരു കാര്യം ലോകത്തിൽ നടക്കില്ലല്ലോ. അങ്ങനെ സർവോത്കൃഷ്ടമായിരിക്കുന്ന മോക്ഷത്തെ ആ ഭഗവാൻ എല്ലാവർക്കും കൊടുക്കുന്നു. ഹരിം പ്രസന്നന് എന്നാണ്, തസ്മിൻ പ്രസന്നേ സകലാശിഷാം പ്രഭു. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും കൊടുക്കാൻ കഴിവുള്ളതായിരിക്കുന്ന ഹരി പ്രസാദിച്ചാൽ ഈ ലോകത്തിൽ പിന്നെ എന്തൊരു ബുദ്ധിമുട്ടാണ് ആർക്കെങ്കിലും ഉണ്ടാവുക? കോ നാമലോകേ പുരുഷാർത്ഥസാരവിൻ. എല്ലാ പുരുഷാർത്ഥങ്ങളും ആഗ്രഹിക്കുന്നതായിരിക്കുന്ന ഒരാൾ അറിവുണ്ടെങ്കിൽ ഭഗവാനെ ഭജിക്കും. ഇനി ലോകത്തിലത്തെ പുരുഷാർത്ഥങ്ങളൊന്നും വേണ്ട, മോക്ഷം മതി എന്ന് വിചാരിക്കുന്നവരോ അവരും ഈ ഹരിയെ തന്നെയാണ് ഭജിക്കുന്നത്. ലോകത്തിലത്തെ സുഖങ്ങളൊക്കെ മതി, എനിക്ക് മോക്ഷമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടൊന്നും ഓടിയിട്ടൊന്നും കാര്യമില്ല. ആ ലോകസുഖം കിട്ടണമെങ്കിലും എന്ത് വേണം? ഭഗവാന്റെ അനുഗ്രഹം വേണം. അല്ലെങ്കിൽ സുഖങ്ങളൊക്കെ ഉണ്ടായിട്ട് അനുഭവിക്കാൻ പറ്റില്ല അല്ലേ? ഒരാളുടെ അനുഭവം പറയാം. അയാൾ കുട്ടിക്കാലത്ത് ഈ പെറുക്കി നാരങ്ങയും മാങ്ങയൊക്കെ പെറുക്കി ജീവിച്ചിരുന്ന ആളാണ്. അത് വിറ്റിട്ട് കിട്ടുന്നത് നാളികേരം വീണത് പെറുക്കി ജീവിച്ച ഒരാളുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് 2 കാറും ലോറിയും കെട്ടിടവും ഒക്കെ വാടകയ്ക്ക് ഗംഭീരം പൈസ ഉണ്ടായി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ന് അടിയൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല, കഞ്ഞി കുടിക്കാൻ വഴിയുണ്ടായിരുന്നില്ല. ഇപ്പോഴോ ധാരാളം ഭഗവാൻ തന്നു, പക്ഷേ കുടിക്കാൻ വയ്യ കേട്ടോ. കുടിക്കാൻ വയ്യ. എന്താ കാരണം? അൾസറാണേ. അൾസറായതുകൊണ്ട് അരക്കപ്പ് കാപ്പി, ലേശം ചായയോ അല്ലെങ്കിൽ പാലോ അങ്ങനെ കഴിക്കാൻ പറ്റൂ. കഴിക്കാൻ വയ്യ. അപ്പം ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കഴിക്കണമെങ്കിലും ആ സുഖം അനുഭവിക്കണമെങ്കിലും വേണം എന്ത്? ഭഗവാന്റെ അനുഗ്രഹം. അപ്പോൾ ഈ ലോകത്തിലത്തെ സുഖത്തിനും ഭഗവത് അനുഗ്രഹം വേണം, മോക്ഷമാകുന്ന പരലോക സുഖത്തിനും ഭഗവാന്റെ അനുഗ്രഹം വേണം. ചുരുക്കത്തിൽ എല്ലാവർക്കും വേണ്ടതാണ് ഈശ്വരാനുഗ്രഹം. അതില്ലാണ്ട് ജീവൻ ശരീരത്തിലുള്ള ഒരാൾക്കും അനങ്ങാൻ പറ്റില്ല, ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പുരുഷാർത്ഥ സാരവിത്ത്, പുരുഷാർത്ഥങ്ങൾ വേണം, ഈ ലോകസുഖം വേണം എന്ന് വിചാരിക്കുന്നവരും മോക്ഷം വേണം എന്ന് വിചാരിക്കുന്ന മുമുക്ഷുക്കൾക്കും ഇനി വേറെ വല്ലവരും ഉണ്ടെച്ചാൽ അവർക്കും എല്ലാവർക്കും ആവശ്യമാണ് ഭഗവാന്റെ അനുഗ്രഹം, ഈശ്വരഭജനം എന്ന് ഉറപ്പിച്ചിട്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. ഇപ്പം എന്താണ് വാസ്തവത്തിൽ വരാഹാവതാരം? അതിൻ്റെ താത്വിക വശം ഒന്ന് നോക്കുക. വേറൊന്നുമല്ല, താണു പോയ ഭൂമിയെ ഹിരണ്യാക്ഷനെ പോലെ താഴ്ത്തി വെക്കുന്ന ആൾക്കാർ ഇന്നും ഉണ്ട്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. മദ്യം കഴിക്കരുത്, ലഹരി വിരുദ്ധ പ്രസ്ഥാനമൊക്കെ നടത്തണു. മദ്യശാല അടയ്ക്കുന്നുണ്ടോ? മദ്യശാല അടയ്ക്കാതെ മദ്യവിരുദ്ധ പ്രചരണം നടത്തിയിട്ട് വല്ല കാര്യമുണ്ട്? ആലോചിച്ചു. ആദ്യം അടയ്ക്കേണ്ടത് മദ്യശാലയാണ്. അത് ഇഷ്ടം പോലെ തുറക്കണു, മദ്യം ധാരാളം വെക്കണു, എന്നിട്ട് ലഹരി വിരുദ്ധ പ്രഹസനമല്ലേ? ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഈ മദ്യം അകത്താക്കിയിട്ട് എന്താ ഉണ്ടാവുന്നത്? ഭൂമി താഴാണ്. ഹിരണ്യാക്ഷന്മാർ ഭൂമിയെ താഴ്ത്തുക എന്ന് പറഞ്ഞാൽ മദ്യവിൽപ്പനയ്ക്ക് അനുകൂലിക്കുന്നവരൊക്കെ ഇവിടെ ഹിരണ്യാക്ഷന്മാരാണ്. അവർ ഭൂമിയെ വെള്ളത്തിൽ താഴ്ത്തണു. അപ്പോൾ എന്തുണ്ടാക്കണം? യജ്ഞം നടത്തി ഈശ്വരപ്രസാദം ഉണ്ടാക്കുക. വരാഹാവതാരം ഈശ്വരൻ്റെ സാന്നിധ്യം ലോകത്തിൽ കൊണ്ടുവരണം. സത്സംഗം ഉണ്ടാവണം. നല്ല ധർമ്മത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യം ഉണ്ടാവണം. അതിന് തൽക്കർമ്മങ്ങളും യാഗങ്ങളും യജ്ഞങ്ങളും സപ്താഹയജ്ഞങ്ങളെ പോലെയുള്ളതും ഉദ്ബോധനങ്ങളും നടത്തണം. ഭഗവാന്റെ നാമജപയജ്ഞങ്ങൾ നടത്തണം. ആ യജ്ഞത്തിൽ കൂടെ മാത്രമേ താണുപോയിട്ടുള്ള ഭൂമിയെ ഉദ്ധരിക്കാൻ പറ്റൂ. ഇന്നതുണ്ടോ ക്ഷേത്രങ്ങളിൽ? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ
പായസം വയ്ക്കാനും ഉത്സവാദികൾ നടത്താനും മാത്രമായിട്ട് അധപ്പതിച്ചിരിക്കുന്നു. മിക്കവാറും ക്ഷേത്രങ്ങളിൽ സത്സംഗം ഇല്ല. അപ്പോൾ ഭക്തിയും കർമ്മോജ്ഞാനവും വേണം, അതാണ് ക്ഷേത്രം. പക്ഷെ അവിടെ എന്തൊക്കെയോ പൂജ മണികൂട്ടണമെന്നല്ലാണ്ട് ഇത്തരത്തിലുള്ള കർമ്മങ്ങളോ യാതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത്രയും ഭൂമി വെള്ളത്തിലേക്ക് താഴണത്. അപ്പോൾ യജ്ഞങ്ങൾ നടത്തുക, ഉദ്ബോധനങ്ങൾ നടത്തുക, ഭാഗവതമായാലും ഗീതയായാലും ഉപനിഷത്തുക്കളും വേദങ്ങളായാലും തലമുറയ്ക്ക് പുതിയ തലമുറയ്ക്ക് ബോധം ഉണ്ടാക്കുക. അച്ഛൻ എന്താണ്, അമ്മ എന്താണ്, കടമ എന്താണ്, സമൂഹത്തോടെ എങ്ങനെ ജീവിക്കണം, ഈ ബോധ്യം ഉണ്ടാക്കാനുള്ള കേന്ദ്രങ്ങളായിട്ട് ക്ഷേത്രങ്ങൾ മാറണം. അല്ലാത്തടത്തോളം അത് മുഴുവൻ ക്ഷേത്രമല്ല, എന്തോ കാട്ടിക്കൂട്ടണു, അത്രയേ ഉള്ളൂ. ക്ഷേത്രങ്ങളാവണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അവിടെ നടത്തണം. ക്ഷേത്രത്തിൽ നടത്തില്ലെങ്കിൽ പുറത്ത് നടത്തണം. എങ്കിൽ മാത്രമേ താണുപോയ ഹിരണ്യാക്ഷൻ വെള്ളത്തിൽ താത്തി വെച്ച ഭൂമിയെ ഉദ്ധരിക്കാൻ പറ്റുള്ളൂ. ഭഗവാന്റെ അവതാരം അവിടെ കൊണ്ടുവരിക, അതിനെ ഉദ്ധരിക്കുക. അതുകൊണ്ട് മാത്രമേ ഈ പ്രപഞ്ചം രക്ഷപ്പെടുള്ളൂ എന്ന തത്വമാണ് പ്രിയരെ വരാഹാവതാര കഥ കാണിക്കുന്നത്. അതുകൊണ്ട് യജ്ഞങ്ങൾ ധാരാളം നടക്കട്ടെ, സൽക്കർമ്മങ്ങൾ ധാരാളം നടക്കട്ടെ, ഉദ്ബോധനങ്ങൾ ധാരാളം ഉണ്ടാവട്ടെ, സത്വാസനകൾ വളരട്ടെ. അതുപോലെ യജ്ഞവരാഹ സ്വരൂപിയായിട്ടുള്ള ഭഗവാന്റെ സാന്നിധ്യം ഈ ലോകത്തിൽ ഉണ്ടാവട്ടെ. ഹിരണ്യാക്ഷന്മാരില്ലാതെ ആവട്ടെ, ഭൂമിയെ വെള്ളത്തിൽ താഴ്ത്തുന്ന ഹിരണ്യാക്ഷന്മാർ ഇല്ലാതെ ആവട്ടെ. എല്ലാവർക്കും ക്ഷേമം നൽകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ഭാഗത്തിൽ വിഷയവുമായിട്ട് വേറൊരു ദിവസം കണ്ടുമുട്ടാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോതി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി.